DMK സഖ്യത്തിന് വേണ്ടി മക്കൾ നീതി മയം അധ്യക്ഷൻ കമൽഹാസൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തിയിരിക്കുന്നു. ചെന്നൈയിലാണ്. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മണ്ഡലങ്ങളടക്കം 6 ഇടത്താണ് കമൽഹാസൻ എന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്നത്. DMK സഖ്യത്തിലാണ് ഇപ്പോൾ മക്കൾ നീതിമയം. നേരത്തെ 2 സീറ്റുകൾ ഇവർക്ക് നൽകിയിരുന്നു. പക്ഷേ ടോർച്ച് ചിഹ്നത്തിൽ മത്സരിക്കാനാകില്ല. DMKയുടെ ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതോടുകൂടി മത്സരിക്കാൻ അവർ വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം സഖ്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. സഖ്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമായിരുന്നു. ഈ ഘട്ടത്തിൽ സഖ്യത്തിന് വേണ്ടി DMK സഖ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ചെന്നൈയിൽ വിവിധയിടങ്ങളിൽ കമൽഹാസൻ പ്രചാരണത്തിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കാമെന്ന് മനസ്സിലാക്കുന്നു. ഒരു ഭാഗത്ത് TVK അധ്യക്ഷൻ വിജയ് സമാനമായ വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കുകയും വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ MK സ്റ്റാലിൻ சிற்றரசு அவர்கள் நிற்கிறார்கள். உங்களுக்கு தெரியும், ஒருங்கிணைப்பாளர் திரு அழகிரி சதாசிவம் அவர்கள் இங்கே இருக்கிறார்கள். இவர் மாவட்ட கழக செயலாளர். இப்ப இவர் தற்போது அண்ணா நகர் சட்டமன்ற தொகுதியின் வேட்பாளர். ஆனா இங்கே வந்திருக்காரு. தமிழகம் வெல்ல வேண்டும், தமிழ்நாடு வெல்ல வேண்டும் என்பதற்காகத்தான் நான் இங்கே வந்திருக்கிறேன். உங்களுக்கு என்ன இங்க வேலைன்னா, எல்லா இடத்துலயும் எனக்கு வேலை இருக்கு. பகுதி கழக செயலாளர் மதன் மோகன் அவர்கள், திரு காமராஜ் பகுதி கழக செயலாளர் அவர்கள், எல்லோருக்கும் இந்த இடம் தெரியும், மக்கள் குணம் தெரியும். அவர்கள் மீண்டும் வர வேண்டும் என்பதுதான் உங்கள் விருப்பம். இதே ஆட்சி அமைய வேண்டும் என்பது நம் விருப்பம், முக்கியமாக என் விருப்பம். இங்கே தனக்கென்று எதிர்பாராமல் வந்திருப்பது நான் மட்டுமல்ல, என் ஒரு குரலுக்காக என்னுடன் தமிழ்நாட்டிற்காக வந்திருக்கும் மக்கள் நீதி மையத்தின் தொண்டர்களுக்கும் என் நன்றி உரித்தாகும். சென்னை மண்டல செயலாளர் மயில் வாகனன் தணிகைவேல் அவர்கள், நிர்வாகிகள் திரு அப்துல் முசாஃபர் அவர்கள், திரு சேகர் அவர்கள், இவங்கெல்லாம் ஏன் இங்க வந்திருக்காங்க அப்படின்னா, இப்ப நாட்டில் நிலவும் அரசியல் சூழலில் വില്ലിവാക്കங்கிறது ഒരു தொகுதி இல்ல, தமிழ்நாட்டின் ഒരു പകുതി. ഇപ്പോൾ എവിടെയാണ് കമൽഹാസൻ പ്രചാരണത്തിന് എത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? സുഹൈല, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ മത്സരിക്കുന്ന ചെപ്പോക്ക് തിരുവള്ളിക്കേനി മണ്ഡലം, ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് കമൽഹാസൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം പറഞ്ഞു തുടങ്ങിയത് തന്നെ തമിഴ് ജയിക്കണം, തമിഴ്നാട് ജയിക്കണം, അതിനുവേണ്ടി മാത്രമാണ് താൻ ഇവിടേക്ക് എത്തിയത്. അത് തന്റെ ആഗ്രഹമാണ്, തന്റെ പാർട്ടിയുടെ ആഗ്രഹമാണ്, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്തായാലും എല്ലാ മേഖലകളിലും എത്തും. തമിഴ്നാട് ജയിക്കണമെങ്കിൽ DMK സഖ്യം ജയിക്കണം, ഈ വികസന പ്രവർത്തനങ്ങൾ തുടരണം എന്നുള്ളതാണ് എന്തായാലും കമൽഹാസൻ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ 4 ഇടങ്ങളിൽ കൂടി കമൽഹാസന്റെ പ്രചാരണം നടക്കുകയും ചെയ്യും. സുഹൈൽ, തമിഴ് ജയിക്കണം, തമിഴ്നാട് ജയിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയ കമൽഹാസൻ എന്തായാലും വനിതാ സംവരണ ബില്ലും അതോടനുബന്ധിച്ചുള്ള മണ്ഡല പുനർനിർണയ ബില്ലിനെ കുറിച്ചൊക്കെ സംസാരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.